ഷിജോ കുര്യൻ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ പമ്പയിൽ നിന്ന്. ഷിജോ, ഇടത്താവളങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ ഷിജോ? ഡോക്ടർ ഉന്മേഷ്, മണ്ഡലകാലത്ത് കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്കാണ് കടക്കുന്നത്. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത് കാത്ത് ആയിരക്കണക്കിന് ഭക്തർ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും പമ്പയിലും മറ്റ് ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം മകരവിളക്ക് കാണാൻ കാത്തിരിക്കുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പമ്പ നദിയോട് ചേർന്ന് തീരത്തുള്ള പന്തലിൽ ഭക്തർ അയ്യപ്പന്മാർ വിശ്രമിക്കുകയാണ്. പല ആളുകളും ഇന്നത്തെ ഈ തിരക്കും മറ്റു കാര്യങ്ങളും ഈ പറയുന്ന നിയന്ത്രണവും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വന്ന ഭൂരിഭാഗം ആളുകൾക്കും ഇന്ന് സന്നിധാനത്തേക്ക് പോയി അയ്യപ്പ ദർശനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. മകരവിളക്കിന് ശേഷമുള്ള സമയങ്ങളിലായിരിക്കും ഇപ്പോൾ ഈ പന്തലിലൊക്കെ കാണുന്ന അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് കയറിപ്പോയി ദർശനം നടത്തുക. മറ്റ് പല അയ്യപ്പന്മാരും ദർശനം നടത്തി മടങ്ങിപ്പോവുകയാണ്. അങ്ങനെ മണ്ഡലകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പോകുമ്പോൾ അയ്യപ്പ ദർശനം നടത്തി മകരവിളക്ക് കണ്ട് മടങ്ങിപ്പോകാനായിട്ട് അയ്യപ്പന്മാർക്ക് കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ പമ്പയിൽ ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും KSRTCയുടെയും തുടങ്ങി വിവിധ വകുപ്പുകളുടെ കൃത്യമായിട്ടുള്ള ഏകോപനത്തോടുകൂടി അയ്യപ്പന്മാർക്ക് ദർശനം നടത്തി മകരവിളക്ക് കണ്ട് മടങ്ങിപ്പോകാനുള്ള ക്രമീകരണമുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ പമ്പാ നദിയോട് ചേർന്ന് തീരത്ത് അയ്യപ്പന്മാർ കാത്തിരിക്കുകയാണ്. വൈകിട്ട് 6:30 മണിയോടുകൂടി മകരവിളക്ക് തെളിയുന്നത് കാണാൻ ഓരോ സ്ഥലങ്ങളിലും അയ്യപ്പന്മാർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മാളികപ്പുറവും കുഞ്ഞയ്യപ്പന്മാരും മറ്റ് വലിയ അയ്യപ്പന്മാരുമെല്ലാം പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു. ആ പമ്പാ നദിയോട് ചേർന്ന് ആ മുകളിലേക്ക് ആളുകൾ കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ ആ മുകളിൽ കാണുന്ന KSRTC ഹിൽ ടോപ്പിലേക്ക് കയറും. അവിടെ ഇരുന്നു കൊണ്ടായിരിക്കും മകരവിളക്ക് കാണുക. അങ്ങനെ 14 സ്പോട്ടുകൾ മകരവിളക്ക് കാണുന്നതിനായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയാനവട്ടത്തും വലിയാനവട്ടത്തും തുടങ്ങി അങ്ങനെ പലയിടങ്ങളിലായിട്ടാണ് സ്പോട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ പോലീസിന്റെയും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. അയ്യപ്പന്മാർക്ക് യാതൊരു വിധത്തിലുമുള്ള ഒരു അസൗകര്യം ഉണ്ടാകാതെ മകരവിളക്ക് കണ്ട് ദർശനം നടത്തി മടങ്ങിപ്പോകാനുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതുവരെ മറ്റു യാതൊരു വിധത്തിലുമുള്ള അനിഷ്ട സംഭവങ്ങൾ കൂടാതെ ഈ മണ്ഡലകാലം പൂർത്തിയാക്കാൻ കഴിയുന്നതിന്റെ ഒരു ആശ്വാസം ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനുമുണ്ട്. അങ്ങനെ ദർശനത്തിന് വരുന്ന ഒരയ്യപ്പനും ദർശനം നടത്താതെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരത്തിലുള്ളൊരു ക്രമീകരണം നടത്തിയിരുന്നു. മടങ്ങിപ്പോകുന്ന ഭക്തർക്ക് ദർശനം നടത്തി മടങ്ങിപ്പോകുന്ന ഭക്തർക്ക് പോകാനായിട്ട് ഏതാണ്ട് 1000-ലധികം KSRTC ബസ്സുകൾ കൂടി പമ്പയിൽ നിന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പമ്പ നദിയോട് ചേർന്നുള്ള റോഡിൽ നിരവധി ആയിരക്കണക്കിന് KSRTC ബസ്സുകൾ നിരവധി സ്ഥലങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ മകരവിളക്ക് കണ്ട് മടങ്ങിപ്പോകുന്ന ഭക്തർക്ക് കൃത്യമായിട്ട് അവർക്ക് എവിടേക്കാണോ പോകേണ്ടത് അവരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോലീസിന്റെയും KSRTCയുടെയും ഏകോപനത്തോടു കൂടിയുള്ള ഇടപെടലുണ്ട്. അതിനപ്പുറത്തേക്ക് ആരോഗ്യപരമായിട്ടുള്ള സുരക്ഷ അവർക്ക് ഉറപ്പുവരുത്താനായിട്ട് ആരോഗ്യവകുപ്പ് കൂടി പമ്പയിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഡോക്ടർ ഉന്മേഷ്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം MG പ്രതീഷും ശ്രീകുമാരനും സന്നിധാനത്ത് നിന്ന് ചേർന്നും വിവരങ്ങൾ നൽകി. മകര വിളക്ക് കാത്ത് ഇരിക്കുകയാണ് ഭക്ത ലക്ഷങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.